ഒരു മഴക്കാലത്ത് നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. മഴയായതുകൊണ്ട് തന്നെ നമുക്ക് അമിതമായ മുടി കൊഴിച്ചിലുണ്ടാവും. അതിലുപരി നമ്മുടെ തലയിൽ താരനും പേനും കുഞ്ഞു കുഞ്ഞു പേനുകൾ ഈ ഒരു മഴ സമയത്ത് നമ്മുടെ മുടിയിൽ വരാറുണ്ട്. അത് നമ്മൾ എത്ര തന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്തിരുന്നാലും നമ്മുടെ തലയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ തലയിൽ ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ ഒരു മഴക്കാലം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മുടി കൊഴിച്ചിലും ഈ ഒരു സമയത്ത് ഉണ്ടാവും. ആ മുടി കൊഴിച്ചിലൊക്കെ സ്റ്റിച്ചിട്ടതുപോലെ മാറ്റിയെടുക്കാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ഹെയർ കെയർ ആണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പിൻ്റെ ഇലയിൽ പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ പോക്സ് വന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ തലയണയുടെ അടിയിലും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കുരുക്കൾ, നമ്മുടെ തലയിലുള്ള കുരുക്കളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ആര്യവേപ്പില നന്നായിട്ട് അരച്ചിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ദേഹത്തും തലയിലൊക്കെ തേച്ച് വെക്കാറുണ്ട്. എനിക്ക് ചിക്കൻ പോക്സ് വന്നിരുന്നപ്പോൾ ഇത് ചെയ്തതാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടായ സമയത്ത് ഡോക്ടറെ കാണിച്ച സമയത്തും ചിക്കൻ പോക്സ് വന്നതിന് ശേഷം മുടി കൊഴിച്ചിലുള്ള സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോഴും ഈ ആര്യവേപ്പിൻ്റെ എല്ലാം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഉപയോഗിച്ച് തല കഴുകിയെടുക്കാനും പറഞ്ഞിരുന്നു കേട്ടോ. അത്രയേറെ ഗുണമാണ് നമ്മുടെ ഈ ഒരു ആര്യവേപ്പിനുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഓപ്ഷനിലാണ് കേട്ടോ, ഞാനിപ്പോൾ കാണിക്കുന്ന 2 ഇൻഗ്രീഡിയൻറ്റും ഓപ്ഷനിലാണ്. എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. തുളസിയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ തലയിലെ താരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദി ബെസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല, ഇത് ഞാൻ എടുക്കുന്നത് നമുക്ക് ജലദോഷം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നിങ്ങൾക്ക് കുഞ്ഞു മക്കളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ തുളസിയും പനിക്കൂർക്കയും ഈ ഒരു ഹെയർ കെയറിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെല്ലാവർക്കും കുട്ടികൾക്ക് വരെ യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് കേട്ടോ. ഈ ഒരു മഴക്കാലത്ത് കുട്ടികളുടെ തലയിലൊക്കെ പേന് കൂടുതലുള്ളൊരു സമയമാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ നനഞ്ഞ മുടിയൊക്കെ കെട്ടിവെക്കുന്ന സമയത്തും നമ്മൾ എണ്ണ തേച്ചൊക്കെ മുടി കെട്ടുന്ന സമയത്തൊക്കെ കുട്ടികളുടെ തലയിലൊക്കെ കുഞ്ഞു കുഞ്ഞു പേനുകളും ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ ഈ ഒരു ഹെയർ കെയർ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ പിടിക്കണക്കിന് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് അടുപ്പത്ത് കൊണ്ടുവച്ച് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. നമ്മൾ ഒരു 10-15 മിനിറ്റ് നല്ലപോലെ വെട്ടി തിളപ്പിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും തിളപ്പിക്കുന്ന സമയത്താണ് നമ്മുടെ ഇലകളുടെ ഗുണങ്ങളൊക്കെ തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുള്ളൂ. വെള്ളം ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളർ, ഒരുപാട് വെള്ളത്തിന് നിറമാറ്റം ഉണ്ടാവില്ല, എന്നിരുന്നാലും ഒരു യെല്ലോയിഷ് കളറായിട്ട് നമ്മുടെ വെള്ളം മാറിയിട്ടുണ്ടാവും. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുഴഞ്ഞിട്ട് ഉണ്ടാവും. ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിനു ശേഷം ഇത് അരിച്ചെടുത്ത ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ തല കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു മഴക്കാലത്ത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ കെയറിങ് മെത്തേഡാണ്. നിങ്ങളിത് കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കൊണ്ടുപോവുക. അതിനുശേഷം നിങ്ങളുടെ തലയിലൊക്കെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നിങ്ങളുടെ തലയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ദേഹം മുഴുവനായിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ തല വെറുതെ കഴുകിയെടുത്താലും മതി. ഈ ഒരു വെള്ളം നമ്മുടെ തലയിൽ തട്ടുന്ന സമയത്ത് താരൻ, മുടി കൊഴിച്ചിൽ, ചൊറിച്ചിൽ, പേന്, പുകച്ചിൽ ഇതൊക്കെ മാറി ഈ ഒരു മഴക്കാലത്തും നമ്മുടെ തലയോട്ടി ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ കെയർ ആണ്. അപ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുടിയിൽ. കാരണം ഇത് നമ്മൾ ഇങ്ങനെയൊന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യണം. കാരണം ഭയങ്കര വെള്ളമാണല്ലോ. എന്നിരുന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജസ്റ്റ് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കണത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഹെയർ കെയർ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ നമ്മൾ 2 തവണ നമുക്ക് ഈ ഒരു ടോണർ അല്ലെങ്കിൽ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് മുടി കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.